ലാൽ ജോസ് ആടുജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുതിരയിലൊരു ന്യൂസ് വന്നു. ഇത്തരം സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് മാറരുത്. അല്ലാത്ത സിനിമകൾ ഇപ്പോൾ അടുത്ത സിനിമ ആലോചിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. ആടുജീവിതം വായിച്ച് ഞാൻ ബഹ്റൈനിൽ പോയി ബെന്യാമിനെ കണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സമ്മതിച്ചു. അങ്ങനെ കുരിശ് വാങ്ങിച്ചാൽ കഴുത്തിലിടുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പിന്നീട് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഒരാളെ ഞാൻ അതിനു വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്നു. ഇയാള് കുഴപ്പക്കാരനാണെന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായത്. ഇന്റർവ്യൂസില് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല. അപ്പൊ എന്നെ വിളിച്ചു ബ്ലസ് എന്തായി, ഒരുപാട് മുന്നോട്ട് പോയോ, ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അല്ല ഞാൻ ഇടപെടാൻ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരാളില്ല ഉണ്ടാവുന്നത് ഒരു ചെറിയ പ്രശ്നമാണ്. നമുക്കറിയാലോ നമ്മുടെ ആൾക്കാരെ. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്കും സ്വാഗതം. രണ്ട് നടന്മാരാണ് എൻ്റെ മുമ്പിൽ, ഡയറക്ടർമാരല്ല, രണ്ട് നടന്മാർ എൻ്റെ മുമ്പിലേക്ക്. പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകൾ തന്ന ഡയറക്ടർമാർ. മന്ദാകിനി സിനിമ അഭിനയമായല്ലേ രണ്ടുപേരും? രണ്ടുപേരും പരസ്പരം നോക്കിയതാണ് ഏറ്റവും കൗതുകമായത്. ഞാൻ അഭിനയം ആയി വരുന്നതിൽ സന്തോഷിക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ അഭിനയിക്കാൻ വിളിക്കുന്നതിൽ. കാരണം എനിക്കൊന്നും സാറിൻ്റെ എനിക്കറിയില്ല. കാരണം നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു തരം പ്രഷറും അല്ലെങ്കിൽ സ്ട്രെസ്സോ അതൊന്നുമില്ല. വെറുതെ ഇരിക്കുന്നു, വെറുതെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നു. സാർ ഷോട്ട് റെഡി എന്ന് പറയുന്നു, നമ്മൾ പോയി ചെയ്യുന്നു. ഈ വിളിക്കുന്ന സംവിധായകൻ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഹാപ്പി ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അപ്പൊ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. അതാണ്, അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഇത് ഓക്കെയാണ്, അല്ലാത്ത ആൾക്കാർക്ക് ടെൻഷൻ തന്നെയാണ്. അല്ല, എന്നെ സംബന്ധിച്ചിട്ടുള്ള ഈ പറഞ്ഞ കറക്റ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ എൻജോയ് ചെയ്യുന്നത് അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഈ അഭിനയിക്കാൻ ഓരോ സെറ്റുകളിൽ പോകുമ്പോഴാണ് ആ സിനിമയുടെ വേറൊരു വശം നമ്മൾ കാണുന്നതും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നതും. മറ്റേത് തലയ്ക്ക് തീ പിടിച്ച മാതിരിയുള്ള രണ്ട് സൈഡും കത്തിച്ചൊരു മെഴുകുതിരി മാതിരിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റ് സെലിബ്രേഷൻസിലൊന്നും നമ്മളില്ല. നമ്മൾ അടുത്ത ദിവസം എടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇന്ന് എടുക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒപ്പം പാരലലി ഉള്ള സ്ക്രിപ്റ്റിലുള്ള ഡിസ്കഷൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രൊഡക്ഷനുമായിട്ടുള്ള ഗുസ്തി, പ്രൊഡ്യൂസറായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെ വേറൊരു മൂഡിലായിരിക്കും. അല്ല, അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു വേറൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വശമുണ്ട്. പക്ഷെ അതും റീസെൻ്റായിട്ടാണ് ഇത്തിരി ഒന്ന് റിലാക്സ്ഡ് ആവാൻ തുടങ്ങുന്നത്. കാരണം എനിക്ക് അഭിനയം വലിയ പ്രശ്നമായിരുന്നു, ഇപ്പോഴാണ്. അപ്പോൾ ഇത് ശരിയാവുന്നുണ്ടോ. പിന്നെ ബേസിക് പ്രശ്നം, നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചീത്ത വിളിച്ചിട്ടുള്ള നടീനടന്മാരുടെയൊക്കെ ആത്മാക്കൾ ചുറ്റും ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും നമ്മൾ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ. പക്ഷേ ഇത് രസമുണ്ട്. ബേസിക്കലി ഞാൻ 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം പുതിയ ആളുകളെ ഒരാളെയും പരിചയമില്ല എന്നുള്ളതാണ്. നമ്മുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ അറിയാം, നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിനെ അറിയാം എന്നല്ലാതെ ഒരുപാട് ആളുകളെ പരിചയമില്ല. ഇപ്പോൾ ഈ സിനിമയിൽ വന്നിട്ടാണ് അൽത്താഫ് സലീമിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മുമ്പൊരിക്കലും ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഇയാൾ ഒരു സിനിമ ചെയ്യാൻ പോകുന്ന ആളാണെന്ന് അറിയാം എന്നല്ലാതെ അങ്ങനെ പരിചയമില്ലായിരുന്നു. ഈ സിനിമയിലാണ് പരിചയപ്പെടുന്നത്. ഈ നമ്മുടെ അനാർക്കലി മരക്കാറിന് അടുത്ത് സംസാരിക്കുന്നതൊക്കെ ഈ സിനിമയിലാണ്. പിന്നെ പുതിയ ഒരുപാട് ടെക്നീഷ്യൻസിനെ പരിചയപ്പെടുന്നു. കുറേ നമ്മളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഇല്ലാത്ത ചില സെറ്റുകളിൽ നമ്മൾ ചെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇതിലൊരാളെ പോലും, ചായ കൊണ്ടുവന്ന് തരുന്ന ഒരാളെപ്പോലും നമുക്ക് പരിചയമില്ല. 34 കൊല്ലം ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാൾക്ക്
ഉണ്ടാവുന്ന ഒരു അപരിചിതത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മൾ കണ്ടുപരിചയമുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും ഇല്ലാത്ത സെറ്റുകളിൽ അപ്പം അത്രയും പുതിയ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു പാർട്ട്. അൽത്താഫും ഒരു ഡയറക്ടറാണ്. അതെ അതാണ്. അൽത്താഫിനെ ഞാൻ ആദ്യം കാണുന്നത് ഇവിടെ എറണാകുളത്തെ ഒരു കോഫി ഷോപ്പിൽ പുള്ളി മറ്റേ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ചെയ്യുന്നതിന് മുൻപ് അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ എനിക്കാണ് സ്റ്റെഫി സേവിയർ ആയിരുന്നു. അപ്പോൾ അവരും അസിസ്റ്റൻസും ഒക്കെ ഇരുന്നിട്ട് ആ കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവർ രണ്ടുപേരും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ കോഫി ഷോപ്പിൽ എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അവിടുത്തെ വെയിറ്ററാണ് എന്നോട് പറയുന്നത് അത് പുതിയ ഡയറക്ടറാണ്, അൽത്താഫ് എന്നാണ് പേര്, നിവിൻ പോളിനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പോകുന്ന ആളാണ്, മറ്റത് അവരുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഞാൻ ആദ്യം കാണുന്നത്. ആ പരിചയം തന്നെ, ആ കണ്ടത് തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ സിനിമയ്ക്ക് പോകുമ്പോഴാണ് കാണുന്നത് അല്ലേ. ഈ പറഞ്ഞ പോലെ ലാൽ സാർ കുറേ സിനിമകൾ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇൻ്റർവ്യൂസ് എടുത്താണ്. ജിയോ ചേട്ടൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്, പോയിക്കുമ്പോൾ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഒരു ടെൻഷനും ഇല്ല എന്ന് പറയുമ്പോഴും അത് വേറെ രീതിക്ക് എൻജോയ് ചെയ്യുന്നു, ഡയറക്ഷൻ വേറെ രീതിക്ക് എൻജോയ് ചെയ്തു. ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നിയത്? ഇത്തരം ഒരു സിനിമ, ഇതൊരു കോമഡി സബ്ജക്റ്റൊക്കെ ആയിട്ട് പോകുന്ന സിനിമയാണ്. ജിയോ ചേട്ടൻ ചെയ്യുന്ന സബ്ജക്റ്റുകൾ വേറെയാണ്. ഇത്തരം കഥാപാത്രം ചെയ്യാൻ പോയപ്പോൾ എന്താണ് തോന്നിയത്? നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പൊതുവെ എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ള വകകൾ എപ്പോഴും വേണം. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ചെല്ലുന്നൊരു സ്ഥലത്ത് നമുക്കൊരു കംഫർട്ട് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഡയറക്ടർ വിനോദിനെ എനിക്ക് നേരത്തെ അറിയാം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഫേസ്ബുക്കിൽ അദ്ദേഹം ചെയ്ത ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കാണുക, അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെന്നപ്പോൾ ഇടുന്നു, ഇപ്പം ഞങ്ങൾ 2 ഡയറക്ടേഴ്സ് ഉണ്ട്, അൽത്താഫ് ഉണ്ട്, അജയ് വാസുദേവ് ഉണ്ട്. അജയനെ ഞാൻ അവിടുന്ന് കാണുക. അജയനെ കാണുമ്പോൾ എനിക്ക് അജയ് എന്നെ എങ്ങനെയായിരിക്കും കാണുക, എന്നെ ഇയാൾ വലിയ സീരിയസ് സിനിമയുടെ ആൾ. പക്ഷേ അവിടെ ചെന്നിട്ട് എനിക്ക് ഏറ്റവും കമ്പനി അജയ് ആയിട്ടാണ്. ഞാനും അജയ് ഭയങ്കര കമ്പനിയാണ്. ഞങ്ങൾ 2 തരത്തിലുള്ള സിനിമകൾ എടുക്കുന്ന മനുഷ്യരാണ്. പക്ഷേ അങ്ങനെ അവിടെ സെറ്റായി. അവിടെ വർത്തമാനം പറയാൻ ഒരാളുണ്ടാകുക എന്നുള്ളതാണല്ലോ. പിന്നെ ഇവരെല്ലാവരും ഇപ്പോൾ വിനോദാണെങ്കിലും DOP ആണെങ്കിലും വിനോദിൻ്റെ ടീമാണെങ്കിലും ഒക്കെ നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സ്ഥലമായി മാറുന്നുണ്ട്. അങ്ങനെ മാറുന്നില്ല, ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഒറ്റപ്പെട്ടു പോകും, എവിടെയെങ്കിലും മാറിപ്പോയിരിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുക ചെയ്തത്. നല്ല രസമായിട്ടാണ് ഞാൻ സിനിമ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ തമാശകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. അത് ഉണ്ടായി വരുന്ന പ്രോസസ്സും ഭയങ്കര ഹെക്ടിക്കൊന്നുമല്ല, ഭയങ്കര കൂളായിരുന്നു. അതുകൊണ്ടെല്ലാം നമുക്ക് സ്വസ്ഥതയും സമാധാനത്തിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇത് വേറെ രീതിക്കാണ് സിനിമയെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ പോയി നിന്നപ്പോൾ കുറെ ഇപ്പം ഇനി ചെയ്യുന്ന സിനിമയിലേക്ക് കുറെ സംഭവങ്ങൾ മനസ്സിലാക്കാൻ വഴിയില്ലേ? നമ്മളെപ്പോഴും സീരിയസ് സിനിമകൾ ചെയ്യുന്ന പറയുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഒന്നൊരു സിനിമകൾ ചെയ്യണം എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. അത് ഈ സെറ്റിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഉണ്ട്. കാരണം നമ്മളെ അങ്ങനെ അത്തരം സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് മാറരുത്. അല്ലാത്ത സിനിമകൾ ഇപ്പോൾ അടുത്ത സിനിമ ആലോചിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. വേറൊരു ചെയ്യാത്തതുപോലെ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്താവുന്ന തിയേറ്റർ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ കണ്ടിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ഈ ലാൽ ജോസ് സാറിനെ ഇതിനു മുമ്പ് പരിചയപ്പെടലൊക്കെ എങ്ങനെയാണ്? ഇവിടെ വെച്ചാണോ? ഇവിടെ വെച്ചാൽ ലൊക്കേഷനിൽ വെച്ചാൽ ഞാൻ ലാൽ ജോസ് സാറ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ അതാ പറഞ്ഞു, ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വളരെ പ്രിയപ്പെട്ട ഒരു മൊമെന്റാണ്. കാരണം എനിക്ക് മലയാളത്തിലുണ്ടായിട്ടുള്ള, ഞാൻ സാറിനെ ഇരുത്തി പുകഴ്ത്തു അങ്ങനെ വിചാരിക്കില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്, നമുക്ക് മീശമാധവൻ പോലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. അതൊരു ഭയങ്കര ഒരു മാർക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്, കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് എവിടെയാണ് ഈ സ്ഥലം, അതിൻ്റെ ഒരു ലൊക്കേഷൻസും അതിൻ്റെ ഒരു കളറും എനിക്ക് സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണത്. ഞാൻ സാറിനെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞുദൈവം എന്ന് പറഞ്ഞൊരു സിനിമയുമായിട്ട് ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിരുന്നു, എൻ്റെ 2ാമത്തെ സിനിമ. സാറത് കണ്ടു, സാറിനത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാറിൻ്റെ കമ്പനി അന്ന് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആദ്യം ഞാൻ കാണുന്നത്. പിന്നെ സാറിന്റെ നാട്ടിൽ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു പരസ്യം, ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് ഒരു ആഡ് ചെയ്തപ്പോൾ അതിൽ എൻ്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ അതിൻ്റെ പ്രൊഡക്ഷൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു തരം ഇപ്പം ലാൽ ജോസ് സാറിന് നേരത്തെ ഒരു കുരിശുണ്ടായിരുന്നല്ലോ കഴുത്ത്. അപ്പം ഞാൻ എൻ്റെ ടീനേജിൽ ആ കുരിശ് കണ്ടിട്ട് ഞാൻ അതേപോലെ, സാറത് പുറത്തുനിന്ന് വല്ല വാങ്ങിച്ചു, കേരളത്തിൽ കിട്ടുന്ന കുരിശല്ലത്, ഞാൻ അതേപോലത്തെ ഒരു കുരിശ് തപ്പി കുറേ നടക്കുകയും
അങ്ങനെ കുരിശ് വാങ്ങിച്ചാൽ കഴുത്തിലിടുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പിന്നീട് നമ്മൾ റിലീജിയൻ എന്നൊക്കെ മാറുമ്പോൾ പോലും ഞാനത് ഓർക്കാറുണ്ട്. നമുക്കൊരു ഡയറക്ടറോടുള്ള അയാളുടെ സിനിമകളോടുള്ള ഇഷ്ടം, ഇപ്പോൾ സാറിൻ്റെ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകൾ പോലും എനിക്ക് ഭയങ്കര, ഇപ്പം രസികൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര വർക്കാവുന്ന പടമാണ്. അതിൻ്റെ ഒരു മൊത്തത്തിൽ ആ ഒരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞെന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതാണ്. അത് സിനിമ അങ്ങനത്തെ മാജിക്കുകൾ എപ്പോഴും ഉണ്ടാക്കും. തീർച്ചയായിട്ടും അങ്ങനെ മാജിക്കുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ, സിനിമകളിൽ ഉണ്ടാകുന്ന വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തിത്വങ്ങളാണല്ലോ നിങ്ങൾ രണ്ടും രണ്ട് രീതിക്ക് സിനിമകൾ ചെയ്തു പോയ വ്യക്തിത്വങ്ങളാണല്ലോ. ഈ ലാൽ ജോസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്ത സിനിമകൾ ഇപ്പോൾ മീശമാധവൻ എടുത്തു പറയേണ്ട സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും. ജിയോ ചേട്ടൻ ഇപ്പോൾ ചെയ്തു വരുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം ചെയ്ത കാതൽ സിനിമകൾ അല്ലേ, മമ്മൂക്കാനെ വെച്ച് ചെയ്ത സിനിമ, അതൊക്കെ വേറെ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ്. അത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അല്ല, ഈ കുഞ്ഞുദൈവം കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇയാള് കുഴപ്പക്കാരനാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായത്. അന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ഒരു പബ്ലിക് തിയേറ്ററിൽ നോർമൽ ഒരു റിലീസ് ചെയ്താൽ അതിന് തിരിച്ച് പണം വരാൻ ബുദ്ധിമുട്ട്. അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണം അത് വരില്ല. അതിന് വേറെ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലും വേറെ രീതിയിൽ വേണം. ഇതുപോലെ കുഞ്ഞുദൈവം പോലെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പം ആ സിനിമ ഞാൻ അവരോട് പറഞ്ഞ സ്കൂളുകളെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ തിയേറ്റർ ഹയർ ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ കമ്പൽസറി ആയിട്ട് ആളുകൾ വരണം എന്നുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ തന്നെ ആലോചിക്കാം, ഒരു സിനിമ നല്ല സിനിമയാണ്, പക്ഷെ ആളുകൾ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ ഘടകങ്ങളും കൂടി വേണം അതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കന്ന് ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോഴാണ് ഏറ്റവും വലിയ നമുക്ക് ഭയങ്കര നിരാശ ഉണ്ടാവുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിരാശ ഉണ്ടാവുക. നമ്മളിപ്പോൾ സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ നല്ല സിനിമയായിരുന്നു, നല്ല രസമുള്ള സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സിനിമ. പക്ഷെ അതിനു വേണ്ടിയിട്ട് പരമാവധി പ്രൊമോഷൻ പരിപാടികളും എല്ലാം ചെയ്ത്, എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട് അതിൽ. അത് തിയേറ്ററിലേക്ക് അതൊരു കഷ്ടഗതികേടാണ്. പക്ഷെ വേറെ ഒരു സ്ട്രീം ഉണ്ടാവണം അത്തരം സിനിമകൾക്ക്. തീർച്ചയായിട്ടും അത് ആളുകൾ വലിയ സിനിമകളുടെ ഇടയിൽ ഈ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പിന്നെ എപ്പോഴെങ്കിലും ടി വിയിലോ യൂട്യൂബിലോ വരുമ്പോൾ ഈ സിനിമയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. പിന്നെ ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അന്ന് എനിക്ക് അറിയാം, ആ സിനിമ തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഏതാ ചെയ്തത്? രണ്ട് പെൺകുട്ടികൾ. അത് കണ്ടിട്ടില്ല. ഇത് കുഞ്ഞുദേവൻ ഞാൻ കണ്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ കാതൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അത് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, കമേഴ്ഷ്യലിയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതെ 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 അതെ. ഈ സിനിമയിലേക്ക് ആരാണ് വിളിച്ചത്? ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാം, എനിക്ക് പറ്റിയൊരു കഥാപാത്രമാണെന്ന് എങ്ങനെയാണ് ഈ മന്ദാകിനിയിൽ സാറ്? അല്ല, മന്ദാകിനി ഒരു ഭയങ്കര അത്ഭുതമാണ്. ഈ ഛായാഗ്രാഹകൻ ഷിജു ആണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെയോ എങ്ങനെയോ ഒരു പരിചയമുണ്ട് പുള്ളിയാണ്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എവിടെ വെച്ചാൽ പരിചയപ്പെട്ടതെന്നൊക്കെ. അപ്പോൾ അങ്ങനൊരു സിനിമ ഉണ്ട്, അപ്പം അതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സിനിമയുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വല്ല ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ LJ ഫിലിംസ് തൽക്കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഉടനെ ഞങ്ങൾക്ക് പരിപാടികളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല സാർ, ഇതിൽ അഭിനയിക്കാനാണ്. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു, കഥ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഡയറക്ടർ വിനോദും ഷീജുവും കൂടിയിട്ടാണ് വന്ന് കഥയൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് കഥ ഇഷ്ടമായി, നല്ല രസമുള്ളൊരു വിഷയമുണ്ട്. പിന്നെ ഞാനതിൽ നായികയുടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഒരു പ്രധാന, ഒരുപാട് സീനുകളൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ യാതൊരു വിവരമില്ല, ഇവർ അബ്സ്കോണ്ടിങ് ആയി. അപ്പോൾ എനിക്ക് പിന്നെ വേറെ എവിടെ പോകാനും പേടിയാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ ഞാൻ ഇടയ്ക്ക് യാത്രകൾ പോയാൽ 10-20 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇത് വന്നു. ഇതെനിക്ക് 6 ദിവസം 7 ദിവസം മറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 20 ദിവസമൊക്കെ ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് അത് വന്നാലോ എന്നൊക്കെ വിചാരിച്ച് ഇവരെ കഷ്ടകാലത്തിന് ഇവരെ നമ്പറൊന്നും ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമ, മന്ദാകിനി എന്നാണ് അതിൻ്റെ പേര്. അപ്പം എനിക്ക് പേരും ഓർമ്മയില്ല. പക്ഷെ അത്
എൻ്റെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്തൊരു പടത്തിലൊരു ചെറിയ റോൾ അഭിനയിച്ചിട്ട് അതിൻ്റെ ഡബിങ്ങിന് പോയിരിക്കുമ്പോൾ ആ സ്റ്റുഡിയോയിലാണ് വന്നിട്ട് ഒരു ഈ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു. അന്ന് ഇങ്ങനെ രണ്ടുപേരും എന്നോട് കഥ പറയാമെന്ന്, നീ അവരെയൊക്കെ പരിചയപ്പെട്ടിരുന്നില്ല, സിനിമയുടെ പേര് ഓർമ്മയുണ്ടത്, എന്തൊരു സ്ത്രീയുടെ പേരാണ് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു മന്ദാകിനി എന്നായിരുന്നു എൻ്റെ പേരെന്ന്. പിന്നെ എന്നെ എക്സിക്യൂട്ടീവ്സിനൊക്കെ വിട്ട് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അൽത്താഫാണ് നായകൻ, അനാർക്കലിയാണ് നായിക, അത് മാത്രം എനിക്കറിയാം. അങ്ങനെ ഇവരെ ചേസ് ചെയ്ത് ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ച് വേറെ വല്ല ആരെങ്കിലും കിട്ടിയിട്ട് ഇപ്പം നമ്മളെ വേണ്ടാന്ന് വെച്ചതായിരിക്കും എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിന്നെ കുറച്ച് 6 മാസം മറ്റോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ വീണ്ടും വരുന്നത്. എന്നുവെച്ചാൽ അപ്പം എന്തോ ഈ അൽത്താഫിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ക്ലാഷായിട്ട് അങ്ങനെ മാറിപ്പോയതാണ്. അപ്പം അങ്ങനെ അത് പോയി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തിരിച്ചെത്തിയ സിനിമയാണല്ലേ ഈ. അത്തരമൊരു സിനിമകൾ നമ്മൾ പ്രതീക്ഷ എങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്നു. ഈ സിനിമയിൽ നമ്മൾ പറയുകയും ചെയ്തു, നമ്മളൊരു വാക്ക് പറഞ്ഞല്ലോ, എന്നാൽ എഗ്രിമെന്റ് ഒന്നും ആയിട്ടുമില്ല, ഒന്നുമില്ല. ആ വാക്ക് നമ്മൾ കൊടുത്ത ഒരു അല്ലേ. അല്ല, അത് മാത്രമല്ല, നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടും കൂടിയാണ്. ഇപ്പം ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉള്ളൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന, അഭിനയിക്കാൻ വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പം ഇത് പോയോ ഉണ്ടോ എന്തെങ്കിലും ഒരു തീരുമാനം അറിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അത് ആ ഇടക്കാലത്ത് അവർക്ക് എന്തോ പ്രൊഡക്ഷനിൽ എന്തോ ഡിലേ വന്നതാണ്. അങ്ങനെയാണ് ഒരു സ്ലോ ആയത്. ഈ ഇതിലെ കഥാപാത്രം എന്താണ്? ഇതിലെ കഥാപാത്രം കുറച്ച് രസകരമായ ഒരു മനുഷ്യനാണ്. ഇയാള് ഒരു കല്യാണമാണ് ഈ സിനിമ, പോസ്റ്ററിലൊക്കെ മനസ്സിലാവും. ഒരു കല്യാണ ദിവസം, പ്രത്യേകിച്ച് അന്നത്തെ പകലും രാത്രിയിലും ഒക്കെ സംഭവിക്കുന്ന കുറച്ച് രസകരമായ ഒരു പരിപാടിയാണ്. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ട് നമ്മളെ ഇത് വിളിച്ചു ഇത് ചെയ്യാൻ, കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ വിചാരിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവർ അതിനെന്നെ വിളിച്ചല്ലോ. അപ്പോൾ എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കാനും ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് ചെന്നു കുറച്ച് ചിരി ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ചിരിച്ചു എന്നാണ് കണ്ടവരൊക്കെ പറയുന്നത്. അപ്പം ഇനി ഞാൻ കണ്ടിരുന്നു പോർഷൻ, പുള്ളി ചെയ്ത പോർഷൻസ് ഞാൻ കണ്ടിരുന്നു, രസമുണ്ട്. ആ ക്യാരക്ടർ എനിക്കിവർ ആദ്യം സ്ക്രിപ്റ്റൊക്കെ തന്നിരുന്നു. അപ്പം അത് വായിച്ചപ്പോൾ ഇത് ആരാ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പം അതിൽ ഇദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അത് കൊള്ളാമല്ല. അപ്പം ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ തന്നെ അതിലത്തെ ഈ സ്പോട്ട് എഡിറ്ററെ സോപ്പിട്ടിട്ട് തലേ ദിവസം ഇവരുടെ സീനൊക്കെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഷോട്ടുകളൊക്കെ കണ്ടു. സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പടത്തിൽ ഇനി നിങ്ങൾ നൈസായിട്ട് ചാൻസ് വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളെ ആകണം. അല്ല, ഞാനിപ്പോഴും ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചിരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മളൊക്കെ കാണാൻ ആകാംക്ഷ കൂടുക. ഇപ്പം നമ്മള് ഈ സിനിമകൾ മാത്രം അങ്ങനെ ഇരിക്കുന്നുള്ളൂ, ബാക്കി പുറത്ത് എന്താ പറയാ, നമ്മള് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ഇല്ല. അങ്ങനെയാ നമ്മൾ ഭയങ്കര രസമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫേവറേറ്റ് സിനിമകൾ തന്നെ ഇങ്ങനത്തെ, ഇപ്പം ഞാൻ മാധവനൊക്കെ പറഞ്ഞതുപോലെ അങ്ങനത്തെ സിനിമകളൊക്കെയാണ് നമ്മൾ കാണാൻ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഡയറക്ടറിനൊരു ടെൻഷനാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല ഇരിക്കുന്നത്, അജയ് വാസുദേവ് ഇരിക്കുന്നു, അൽത്താഫ് നായകനിരിക്കുന്നു, ഇത്ര ഡയറക്ടർമാരിരിക്കണം. അപ്പൊ ഈ ഡയറക്ടറിന് ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവൂലേ? നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് പുതിയ ചെറുപ്പക്കാർ വേറെ ലൈനാണ്. ഞാൻ സംവിധായകനായിട്ട് വന്ന കാലത്ത് എൻ്റെ സിനിമയിൽ കമൽ സാറോ സത്യൻ സാറോ ഒക്കെ അഭിനയിക്കാൻ വന്നാൽ ഞാൻ മൂത്രമൊഴിക്കും, അത് വേറെ വിഷയം. അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു മൈൻഡ് സെറ്റും പുതിയ ചെറുപ്പക്കാരുടെ മൈൻഡ് സെറ്റും വേറെ തന്നെയാണ്. അവരത് ഇയാൾ ലാൽ ജോസ്, അയാൾ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, സോ വാട്ട്, ഇവിടെ എൻ്റെ ആക്ടറാണെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമുക്ക് സുഖമാണ് വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ബഹുമാനം ഈ ആൾക്കാരെ അകറ്റി നിർത്തുമല്ല. ഈ ബഹുമാനം കൂടിയിട്ട് ചുമര് മറിച്ചിട്ടു എന്ന് പറഞ്ഞ പോലത്തെ അതും പ്രശ്നമാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഏറ്റവും ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ ഏറ്റവും അൺഈസി ആവുന്ന ഒരു കാര്യം ഈ ഓവർ പ്രകടനപരമായിട്ടുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടാവുക. നമുക്കറിയാം അവർക്ക് നമ്മുടെ സിനിമകൾ ചിലതൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും, നമ്മളോട് സ്നേഹമുണ്ടെന്ന് നമുക്ക് അറിയാം.
അതിന് പിന്നെ അതിങ്ങനെ ഒരുപാട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്വസ്ഥതയുണ്ട്. നമ്മൾ മൊബൈലൊക്കെ ചാറ്റ് ചെയ്തിരിക്കാം, രാത്രി ടെൻഷനില്ല, നാളത്തെ സീനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, എ ഡിമാരെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യില്ല, ഇതൊന്നുമില്ല. ഷൂട്ട് ചെയ്യുന്നു, റൂമിൽ പോയി കിടക്കുന്നു, രാവിലെ വണ്ടി വരുന്നു, പോകുന്നു. അത് വേറൊരു ലെവലാണ്. പക്ഷെ നമ്മൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് ഭാരങ്ങളുണ്ടെങ്കിലും അത് വേറൊരു റൂട്ടാണ്. എപ്പോഴും ഇനി ഇഷ്ടപ്പെടാൻ പോകുന്നത് അഭിനയമാണോ ഡയറക്ഷനാണോ? നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നത് സംവിധാനം തന്നെ ആയിരിക്കും. ഇഷ്ടപ്പെടുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിനയം ഉണ്ടോ ഡയറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഇനി അഭിനയിച്ചോളാം, സിനിമ സംവിധാനം ചെയ്യാതിരുന്നോളാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ നമുക്ക് സിനിമയോടൊരു കൊതിയുണ്ടല്ലോ, ആ കൊതിയുള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ നമ്മൾ സിനിമ ചെയ്തതും ഒക്കെ. അഭിനയം എന്ന് പറയുന്നത് അഭിനയിക്കാൻ പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ സിനിമയുടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വലിയൊരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു തൊഴിൽ സംഘത്തിൻ്റെ നേതാവോ അല്ലെങ്കിൽ ലീഡർ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മളിതെല്ലാം 10, 30, 40 ദിവസം ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ്. മറ്റേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവരെല്ലാം കൂടി ഈ ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഏറ്റവും സ്വസ്ഥതയിലും ചിലപ്പോൾ കുറച്ച് ലക്ഷറിയിലും ആയിരിക്കും ആ ഒരു ക്രൂവിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വലിയൊരു ഫാക്ടറി നടക്കുന്ന പോലെ ആണ് മനുഷ്യർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർട്ട്, കോസ്റ്റ്യൂം, ഫുഡ് തരുന്നവർ. അപ്പോൾ സിനിമ എന്ന് പറയുന്നതിനെ നമുക്ക് കുറച്ചുകൂടെ വേറൊരു ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും. അവസാനം ആക്ടറായിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളായിരിക്കും അവിടെ ഏറ്റവും ഫിസിക്കലി പണി കുറഞ്ഞ, ഇടയ്ക്കിടയ്ക്ക് നാരങ്ങാവെള്ളം വേണോ, കരിക്ക് വേണോ, ചായ വേണോ എന്ന് ചോദ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന തരത്തിൽ വളരെ പ്രിവിലേജഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. സിനിമയ്ക്ക് പലതരം മുഖങ്ങളുണ്ട്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ വേറൊരു തരം ജീവിയാണ് നമ്മളവിടെ, അഭിനയിക്കുമ്പോൾ വേറെയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്ന സിനിമ ഇങ്ങനെ ഉണ്ടായി വരുന്നൊരു പ്രോസസ്സ്, അത് ഭയങ്കര ഫീലാണ് ചില സമയത്ത്. ഇപ്പോൾ രാത്രിയിലൊക്കെ എല്ലാവരും ഒരു ഷോട്ടിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാം ഈ കിടന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ അതൊരു ഡയറക്ടറുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് കിടന്ന് കുറേ മനുഷ്യർ, ഒരു പരിചയവും ഇല്ലാത്ത മനുഷ്യരായിരിക്കും പലരും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സിനിമ എന്നുള്ളൊരു പ്രോസസ്സിലാണല്ലോ നമ്മളും ജീവിക്കുന്നതെന്ന് തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. പലപ്പോഴും മേക്കിംഗ് എന്ന് പറയുന്നത് സിനിമ മേക്കിംഗ്, ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ എപ്പോഴും എല്ലാ സിനിമകളെയും കാണും. പ്രത്യേകിച്ച് പഴയ സിനിമ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഭയങ്കര രസമാണ്. അല്ല, ബേസിക്കലി സിനിമയിലെ എന്ത് ജോലിയും നമുക്ക് സന്തോഷം തരുന്നതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജിയോയുടെ കാര്യം എനിക്ക് അത്ര അറിയില്ല. ഞാൻ 21 വയസ്സിലാണ് ഡിഗ്രി കഴിഞ്ഞ 1 വർഷം ചെന്നൈയിൽ, അത് കഴിഞ്ഞ് നേരെ സിനിമയിലാണ്. അപ്പം സിനിമ അല്ലാണ്ട് വേറെ ഒരു പണി അറിയില്ല. ഈ പണി തന്നെ മുഴുവൻ അറിയുന്നല്ല പറയണത്. പക്ഷെ സിനിമയാണ് നമ്മുടെ ജീവിതം, സിനിമക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ, സിനിമയാണ് നമ്മുടെ റിലിജിയൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ എന്ത് ഷേപ്പിൽ നിൽക്കേണ്ടി വന്നാലും സന്തോഷമാണ്. ഇപ്പോൾ സംവിധായകനായിട്ട് നിന്നാലും, നടനായിട്ട് നിന്നാലും, നിർമ്മാതാവായിട്ട് നിന്നാലും ആ ഒരു അറ്റ്മോസ്ഫിയറിലേ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഈ കരയിൽ പിടിച്ചിട്ട് മീനമാരിയോ നമുക്ക് സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മരണപ്രാളം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. തീർച്ചയാണ്. ഇപ്പം കുറേ സിനിമകൾ അഭിനയിക്കും. ഇനി അടുത്തൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം എന്തായി? 2 സിനിമകൾ ചെയ്യാനുണ്ട്. ഒന്നും അതിൻ്റെ ഒരു എന്താ പറയണ്ട, പൂർണ്ണമായിട്ട് പറയാവുന്ന ഒരു അവസ്ഥയിലായിട്ടില്ല. ഒരു സിനിമയിൽ ആസിഫ് അലിയാണ് അഭിനയിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ട് ഒരു 3 മാസം ബ്രേക്കായി. അപ്പോൾ ചെയ്യുന്ന സിനിമകളുടെയൊക്കെ ഇത് മാറി, ഷെഡ്യൂള് മാറി. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ എന്തായാലും അത് കുറച്ച് ഡിലേ ആവും. വേറൊരു സിനിമ പൊനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലാണ്. അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ അത് വലിയ സിനിമ ആയതുകൊണ്ട് തന്നെ അതിനും ടൈം കൂടുതലെടുക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കാസ്റ്റിംഗ് ഒന്നും പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് ഈ ആടുജീവിതം ലാൽ ജോസ് സാറിനെ തേടിയെത്തിയ ഒരു സിനിമയാണെന്ന് ഇപ്പോഴാണ് പുറത്ത് ശരിക്കും വരുന്നത്, ഇന്റർവ്യൂസ് നടക്കുമ്പോൾ. അത് അവിടെ നിന്നും പോയി പ്ലസ് സാറിലേക്ക് എത്തുകയും ചെയ്തു. അതെന്താണെന്ന് വേണ്ട എന്ന് വെച്ചതാണോ? വേണ്ടെന്ന് വെച്ചതല്ല, അത് ബെന്യാമിൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂസിൽ ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ ബഹ്റൈനിൽ പോയി ഈ ആടുജീവിതം വായിച്ച് ഞാൻ ബഹ്റൈനിൽ പോയി ബെന്യാമിനെ കണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സമ്മതിച്ചു. LJ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനി ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് പിന്നീട് LJ ഫിലിംസ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിരുന്നു ആയി.
പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അന്ന് ഞാനത് ഒരു പേഴ്സണൽ പ്രൊപ്രൈറ്ററി കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ മാത്രമുള്ളൊരു കമ്പനി, LJ ഫിലിംസ് തന്നെയായിരുന്നു എൻ്റെ പേര്. അതെന്തിനാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു വിദേശ നിർമ്മാണ കമ്പനിയുമായിട്ടുള്ളൊരു കൊളാബറേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം അന്ന് ബ്രിട്ടീഷ് എംബസിയിൽ ബ്രിട്ടീഷ് ഫിലിം കമ്പനികളും കേരളത്തിലെ ഫിലിം മേക്കേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് അതിൽ നിന്ന് ഉള്ള ചില കമ്പനികളുമായിട്ടൊരു ഇതൊക്കെ കിട്ടി, കണക്ഷനൊക്കെ കിട്ടി. അപ്പോൾ അന്നത്തെ എൻ്റെ പദ്ധതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും LJ ഫിലിംസ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യും. ഷൂട്ടിംഗ് ആ ബ്രിട്ടീഷ് കമ്പനി ഷൂട്ടിംഗ് ചെയ്യണം. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിന് കുറച്ചധികം ടൈം എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ച പുതിയ ആളായിരുന്നു അന്ന്. കാരണം എനിക്ക് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മെയിൻ ആക്ടറെ ഇത്രയും കാലം ബ്ലോക്ക് ചെയ്യാന്നുള്ള വെച്ചാൽ അന്ന് നമുക്ക് ഇത്രയും കാലമാവുമെന്ന് അറിയില്ല. അന്ന് ഞാൻ വിചാരിച്ച ഒരു വർഷം എന്തായാലും വേണം. കാരണം 4 സീസൺസും ഡെസേർട്ടിൻ്റെ 4 സീസൺസും ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു വർഷം ഒരാളെ ഫുൾ കോൺട്രാക്ട് ചെയ്ത് എടുക്കണം. അയാളുടെ ബോഡിയുടെ വരുന്ന ഈ മാറ്റം ഗ്രാജുവലി ചെയ്യണം. അതിൻ്റെ ഓർഡറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആളാണ് പറ്റുള്ളൂ. അപ്പോൾ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഒരാളെ ഞാൻ അതിനു വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്നു. അത്രയൊക്കെ ആയ സമയത്ത് പക്ഷെ എനിക്ക് വെച്ചാൽ അഡ്വാൻസ് ചെയ്യാനോ അങ്ങനെയൊന്നും ആവുന്ന അവസ്ഥയിലേക്ക് കോൺട്രാക്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്താണ് ബെന്യാമിൻ പറഞ്ഞിട്ട് പച്ചക്കുതിരയിൽ ബെന്യാമിൻ പറഞ്ഞിട്ടായിരിക്കണം. ബെന്യാമിൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഭയങ്കര രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ബെന്യാമിനിൽ നിന്നാണ് അവരത് അറിഞ്ഞത്, DC ബുക്സിൻ്റെ അവരറിഞ്ഞത്. അപ്പോൾ അവർ ലാൽ ജോസ് ആടുജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുതിരയിലൊരു ന്യൂസ് വന്നു. അവർക്കത് ബുക്കിൻ്റെ ഒരു പ്രചാരണത്തിന് അത് സഹായിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചെയ്തത്. അപ്പോഴാണ് ബ്ലസ്സി എന്നെ വിളിക്കുന്നത്. ബ്ലസ്സി അപ്പോൾ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു ഒരു സബ്ജക്റ്റ്. അപ്പോൾ ആ സബ്ജക്റ്റിന് ഇതുമായിട്ട് എന്തോ റിസംബ്ലൻസ് ഉണ്ട് ഈ ആടുജീവിതമായിട്ട്. അപ്പം അങ്ങനെ ബ്ലസ്സിയുടെ ഒരു ഫ്രണ്ടാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു ആടുജീവിതം എന്ന് പറഞ്ഞ പുതിയ നോവല് ഇതായിട്ട് സാമ്യമുണ്ടതാണ്. എന്നുവെച്ചാൽ വേറെ എന്തോ ഇത് തന്നെയാണ്, പക്ഷെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ബ്ലസ്സി വേഗം ആടുജീവിതം വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, സാമ്യമുണ്ട്. അപ്പോൾ ബെന്യാമിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പച്ചക്കുതിരയിൽ ഇങ്ങനെ കാണുന്നത്. അപ്പം എന്നെ വിളിച്ചു ബ്ലസ്സി എന്തായി, ഒരുപാട് മുന്നോട്ട് പോയോ, ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ഉണ്ടെങ്കിൽ ഒരു വർഷം എടുത്ത് ഞാൻ എഴുതിയ ഒരു സാധനം കംപ്ലീറ്റ്ലി എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബെന്യാമിനായിട്ട് കൂടി ഒന്ന് സംസാരിക്കും. കാരണം ബെന്നിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ബെന്നിക്ക് ബ്ലസ്സി ചെയ്യുന്നത് കൂടുതൽ സന്തോഷമായിരിക്കും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതങ്ങനെ വിട്ടുകൊടുത്ത് തന്നെയാണ്. വന്നപ്പോൾ വേറെ തിരിഞ്ഞാ വന്നോളൂ. അല്ല അത് 14 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ആൾക്കാർക്ക് കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോകല്ലോ. അല്ല ഇത് വെച്ചാൽ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കുകയും ചെയ്യാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷെ വലിയൊരു പ്രോജക്റ്റായിരുന്നു, വലിയ താരങ്ങളില്ലാതെ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പം ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പം അതിനെനിക്ക് പുറമേ നിന്നുള്ള ഫണ്ടിങ് വേണമായിരുന്നു. കാരണം അതൊരു ഇൻ്റർനാഷണൽ ഫിലിമായിട്ട് തന്നെയാണ് ഞാൻ കൺസീവ് ചെയ്തത്. അപ്പോൾ ഒരു നടൻ്റെ മുഖം അത്ര അല്ലെ പരിചിതമായൊരു മുഖം എന്നുള്ളതിന് പ്രസക്തി ഇല്ലായിരുന്നു. എല്ലാ സ്ഥലത്തും ഒരുപോലെ പോകുന്നൊരു സിനിമ എന്നൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം. അപ്പോൾ ബ്ലസ്സി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ബ്ലസ്സിക്ക് സ്വയം എഴുതാനും പറ്റും. ഞാൻ അന്ന് നേരിട്ടിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അഗൈൻ ബെന്യാമിനെ ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു. അങ്ങേരെയും കൂടി ഇരുത്തിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് വേണമായിരുന്നു അത് എഴുത്തിലേക്കൊക്കെ കയറാൻ. ബ്ലസ്സിക്ക് സ്വയം എഴുതാൻ പറ്റുന്ന ആളാണ്. പിന്നെ ബ്ലസ്സി എൻ്റെ സീനിയറാണ്.
അപ്പോൾ ബ്ലസ്സി അങ്ങനെ താല്പര്യമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ബെന്യാമിനും അതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നമ്മളത് അവർക്ക് വിട്ടുവിട്ട് തന്നെയാണ്. അത് നന്നായി എന്ന് ഇപ്പോൾ തോന്നണം. കാരണം ബ്ലസ്സിയെ പോലെ 14 വർഷമൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചെറിയ കുഞ്ഞുട്ടി പ്രാരാബ്ദമുള്ള ആളാണ്. അല്ല, അത്രയും വലിയ ക്ഷമയും അത്രയും പേഷ്യൻസും ബ്ലസ്സി എന്തിലൂടെ കടന്നുപോയെന്ന് ഞാൻ കണ്ടതാണല്ലോ. എന്തൊക്കെ അനിശ്ചിതത്വങ്ങൾ, എത്ര അൺസർട്ടനിറ്റീസ്, വെയിറ്റ് ചെയ്യൽ, പിന്നെ രാജു ഈ ശരീരം ഭയങ്കര ഭീകരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർ ബ്ലസ്സിനെ വെച്ചേക്കുമോ? ഭയങ്കര ഡേഞ്ചറസ് പരിപാടിയാണ് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പരിപാടിയാണ്. വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അവരത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യണത്. പക്ഷെ സ്റ്റിൽ അപ്പോൾ ആ റിസ്ക്കൊക്കെ എടുത്തിട്ട് ബ്ലസ്സിയെ പോലെ ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റും തോന്നുന്നില്ല. ഇത്രയും കാലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കാനും എന്നെ പോലെ ഒരാൾക്ക് പറ്റും തോന്നുന്നില്ല. എന്നാലും ഇപ്പോൾ പുതിയ നോവൽ എന്തായാലും ഒരു സിനിമയാവുമല്ലോ, അതും ഇനി മാറ്റം വരരുത് കേട്ടോ. അല്ല ഇതൊക്കെ ഓരോന്ന് അല്ല, അതുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാണ്ട് വെച്ചിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം അബദ്ധത്തിൽ എൻ്റെ വായന്ന് വീണു പോയത്. അല്ല അങ്ങനത്തെ അത്തരം പേടികളൊന്നുമില്ല. അല്ല അന്നത് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അവരുടെ ആഗ്രഹം ജെനുവിനാണ്, ബ്ലസ്സിയുടെ ആഗ്രഹം ജെനുവിനാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തതെന്ന് പറയാൻ കാരണം ബ്ലസ്സി സ്ക്രിപ്റ്റ് ഓൾറെഡി കുറേയൊക്കെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള സാധനമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് പക്ഷെ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു 2-3 വർഷം വേണം അത് ആ പ്രോജക്റ്റ് ഓണാക്കി ഷൂട്ട് ചെയ്യാൻ. കാരണം ഈ മറ്റേ ആൾക്കാരായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടാവണം, അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ തീർക്കണം, ശരിയാവണം. അപ്പോൾ അതിനൊരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിന് ഇടയിൽ എഴുത്ത് പരിപാടികളിലേക്ക് മെല്ലെ കയറാം. അപ്പോൾ എന്തായാലും ഒരു 3 വർഷം എടുക്കും. ബ്ലസ്സി വരുന്നത് ബ്ലസ്സിയുടെ കയ്യിലൊരു ഗംഭീര പ്രൊഡ്യൂസറും ഫുൾ സെറ്റപ്പുമായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് നടക്കും. അപ്പം പിന്നെ ബെന്യാമിനും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര കാലം പിടിക്കും ഇയാൾ ചെയ്യുമ്പോൾ എന്നുള്ളൊരു ആകാംക്ഷ എന്നെക്കുറിച്ചുണ്ടായിരുന്നു. ബ്ലസ്സി ആണെങ്കിൽ പെട്ടെന്ന് നടക്കും എന്നുള്ളൊരു വിശ്വാസവും ബെന്യാമിനുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടും കൂടിയാണ് നമ്മളത് പിന്നെ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചത്. പിന്നെ ഞാനത് ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല അത് എപ്പോഴാണ് നടക്കുക, എങ്ങനെയാണ് നടക്കുക. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് ബെറ്റർ, അത് ചോയ്സ് ബ്ലസ്സി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് ഒന്ന് ചോദിക്കണമെന്നുണ്ട്. അല്ല അത് അറബിക്കഥ ഉള്ള അതാണ് ബെന്യാമിൻ അറബിക്കഥ ചെയ്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതല്ല അറബിക്കഥ ഉള്ളതുകൊണ്ടല്ല ഡിലേ. ഇതേപോലത്തെ ഒരു സിനിമ അങ്ങനെ അറബിക്കഥ ആടുജീവിതം തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. അത് ആനയും ആടും എന്നുള്ള വ്യത്യാസം എന്റെ ഉദാഹരണം പറയുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്, പുള്ളി പറഞ്ഞത് അങ്ങനെയാണ്. അത് അങ്ങനെയല്ല, അത് പുള്ളി എന്തോ ഓർമ്മപ്പശക്ക് പറ്റിയതായിരിക്കും. അതല്ല റീസൺ. എൻ്റെ റീസൺ ഇങ്ങനെയായിരുന്നു. സത്യസന്ധമായ റീസൺ ഇപ്പോഴാണ് ഒന്ന് അറിഞ്ഞത്. ഞാൻ എൻ്റെ ഇന്റർവ്യൂവിലും അങ്ങനെ പിന്നെ പറഞ്ഞിരുന്നു. ലാൽ ജോസ് കണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പൊ ആ കഥയായിട്ട് വന്നപ്പോൾ വേണ്ട എന്ന് വെച്ചു എന്ന രീതിയിലല്ല. ഒരിക്കലും അങ്ങനെ അറബിക്കഥ 2006-ലാണ്. 2006 വന്നു കഴിഞ്ഞു. അതെ. അതിന് ശേഷമാണ് ആടുജീവിതം ബുക്കറിന് ഇറങ്ങുന്നത്. അറബിക്കഥ 2006-ലാണ്, ആടുജീവിതം 2008-ലാണ്. 8-ലാണ് 2006-ലാണ് അറബിക്കഥ. ഇല്ല അതല്ല, അത് പുള്ളി ഓർമ്മപ്പശകോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടന്നതൊക്കെ ആവാം. പല കാര്യങ്ങളും അത് ഒന്നത് 10-14 വർഷം മുമ്പ്. അന്ന് അത്ര പ്രധാന ഞാനിത് ഒരാളോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു തന്നെ വലിയ നല്ല മനസ്സ്. അന്നിങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്തും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ലാൽ ജോസ് സാറ് ഇപ്പൊ ഒന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് ഇപ്പോഴാന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കൊന്ന് കിട്ടുകയും ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ പ്രൊജക്ട് പറഞ്ഞ പോലെ ഏതിലേക്കാണ് നീക്കുന്നത്? പുതിയത് ഇത് പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ ചിരിക്കുന്ന ഒരു സിനിമയും വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല എല്ലാ സിനിമയെ കുറിച്ചും അതേ പറയാൻ പറ്റുള്ളൂ. അത് തിയേറ്ററിൽ
അത് നമ്മൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എഴുത്തും പരിപാടിയൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഈ ആക്ടേഴ്സിൻ്റെ ഡേറ്റ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ലാൽ ജോസ് സാറിനെയും കൂട്ടാം. അതെ, ഞാനും ഒരു അഭിനയിക്കാനുള്ള ചാൻസ് അതെ ചോദിക്കാമല്ലോ. അല്ല, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സാറ് ഇപ്പം നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ആക്ഷൻ പറയാൻ പറ്റുന്ന സാർ അഭിനയിക്കുന്നു, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഏതാ പറഞ്ഞത്, ഈ സിനിമ ചില നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയാണ് സിനിമ എന്ന് പറഞ്ഞ ആർട്ട് ഫോം. അത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അത് നീ എന്തൊക്കെയാ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. അതെ, സിനിമയുടെ കാര്യത്തിലൊന്നും മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റാത്ത. നമുക്ക് നേരത്തെ പണ്ടൊക്കെ പിന്നെയും കുറച്ച് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രേക്ഷകരും മാറിയല്ലോ, പ്രേക്ഷകരും മാറി, സോഷ്യൽ മീഡിയയിൽ ഒരു വരവ്, ഇതെല്ലാം കൊണ്ട് സിനിമയെ കുറിച്ച് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ ലാൽ ജോസ് സാറ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്ററോട് നമ്മൾ നേരിട്ട് സിനിമ വിതരണത്തിന് എടുക്കാൻ തുടങ്ങി, അത് അറിഞ്ഞിരുന്നല്ലോ സാർ. അതെങ്ങനെ കാണുന്നു സാർ? അത് നല്ല കാര്യം. ഇടനിലക്കാരൻ വേണ്ടെന്ന് അവർ തീരുമാനിച്ചാൽ ഓക്കെ. അല്ല, ഇതിനൊക്കെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ്. എല്ലാത്തിൻ്റെയും പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പഴയ കാലത്ത് ഈ ഫിലിം ബോക്സ്, പോസ്റ്റർ ഒട്ടിക്കൽ, ഈ ഫിലിം പെട്ടികൾ ഓരോ തിയേറ്ററിൽ എത്തിക്കൽ, അതിൻ്റെ കണക്ക് നോക്കാൻ ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ വിങ് ഇല്ലാണ്ട് നടക്കില്ലായിരുന്നു. ഇപ്പം ഈ ഫിലിം പെട്ടി എന്ന് പറഞ്ഞ സാധനമേ പോയല്ലോ. ഇപ്പം ഒരാൾ പോയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തിയേറ്ററിലേക്ക് നേരിട്ട് സാധനം വരികയാണ്. അപ്പോൾ കണക്ക് സൂക്ഷിക്കാൻ ഒരാളും ഒരു ലാപ്ടോപ്പും ഒരു റൂമും ഉണ്ടെങ്കിൽ ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെയുള്ളത് തിയേറ്ററുകളായിട്ടുള്ള കണക്ഷൻ ഉള്ള ആളുകളാവണം എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് പ്രഷറൈസ് ചെയ്യേണ്ട സ്ഥലത്ത് പ്രഷറൈസ് ചെയ്യാനും ഒക്കെ അവരായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഇപ്പോൾ തിയേറ്റർ നേരിട്ടെടുക്കുമ്പോൾ നിർമ്മാതാവിന് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകാരൻ മേടിക്കുന്ന അയാൾക്ക് സൗകര്യമുള്ളപ്പോൾ ചിലപ്പോൾ നിർത്താൻ പറ്റും, മറ്റേത് ഇടപെടാൻ ആളുണ്ടാവില്ല. മറ്റേത് ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത പടങ്ങൾ, വലിയ സിനിമകൾ പുറകെ വരുന്നുണ്ടാവും. അപ്പോൾ അയാൾക്ക് ഒരു ചെറിയ സിനിമ ഇടയിൽ നിർബന്ധമായിട്ട് ഒരാഴ്ച ഓടിക്കണം എന്ന് പറയാൻ പറ്റും, ഒരാഴ്ച തിയേറ്ററിൽ വെക്കണം എന്ന് പ്രഷർ ചെയ്യാൻ പറ്റും. കാരണം പുറകിൽ ഒരു വലിയ സിനിമ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് തരില്ല എന്ന് പറയും. അപ്പോൾ ആ പ്രഷർ ടാറ്റിക്സ് ഒന്നും നടക്കില്ല. അങ്ങനത്തെ പ്രഷർ ചെലുത്തിയാലേ ചെറിയ സിനിമകളെയൊക്കെ ചിലപ്പോൾ ഒരാഴ്ചക്ക് തിയേറ്റർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച തിയേറ്റർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊരാളില്ലാണ്ടാവും ഇടയിൽ. ഇവർ തമ്മിൽ നേരിട്ടാവുമ്പോൾ ഗുണവും ദോഷമുണ്ട്. അതാണ് സത്യസന്ധമായ. ഇടയിലൊരു ആൾക്ക് കൊടുക്കുന്ന കമ്മീഷൻ ഒഴിവാക്കാം, പക്ഷെ അതിനനുസരിച്ച് ഈ പ്രൊഡ്യൂസർ ഈ കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളിലും കാര്യമായിട്ട് നേരിട്ട് ഇടപെടേണ്ടി വരില്ലേ. അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞാൽ ട്രാവൻകൂറിന് 2 പേര്, മലബാർ 2 പേര്, കൊച്ചി 2 പേര്, അങ്ങനെ ആ 2 പേർക്കാണ് ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം 18-ാം തീയതിയാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നത്. ദിലീപിന്റെ സിനിമ എടുത്തുകൊണ്ട് ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് ലോഗോ പ്രകാശനത്തോടുകൂടി വരുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സാറ് പറഞ്ഞ 2 കാര്യങ്ങളകത്ത് പ്രസക്തമാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് ഇടപെടണമെങ്കിൽ ഇടപെടാൻ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരാളില്ല ഉണ്ടാവുന്നത് ഒരു ചെറിയ പ്രശ്നമാണ്. നമുക്കറിയാലോ നമ്മുടെ ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും ഒരു വിഷയം ഉണ്ടാവാം, ഏത് സമയത്തും ഉണ്ടാകാം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനി അഭിനയ രംഗത്ത് നല്ല രീതിക്കുണ്ടാകും. എനിക്ക് യുവചേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ലാൽ ജോസ് സാറിനെ ഞാൻ നടൻ എന്ന നിലയിൽ ഒത്തിരി എടുത്തിട്ടുണ്ട്. നിങ്ങളെ സംവിധായകൻ എന്ന നിലയിൽ, നടൻ എന്ന നിലയിൽ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഇതിനകത്ത് നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ് സാറേ, നിങ്ങൾ ഡയറക്ടറാണ്, ആക്ടേഴ്സാണ്, നിങ്ങൾ വന്ന് ഈ സമയം ചെലവഴിക്കുകയാണ് പ്രൊമോഷനൊക്കെ ആയിട്ട്. അതാണ് നമ്മൾ ഏറ്റവും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത്. കാരണം നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചു, നിങ്ങളെല്ലാ പണിയും മാറ്റി പ്രൊമോഷൻ വന്നിരിക്കുകയാണ്. നിങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ ആ പ്രൊമോഷനൊക്കെ ആരെങ്കിലും വരാതിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ഞാൻ സ്വയം ഇപ്പോൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വിളിക്കുമ്പോൾ നമ്മൾ വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിനിമയിൽ എത്രമാത്രം നമ്മുടെ കഥാപാത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഈ സിനിമയിലുണ്ട്, നമ്മളിതിൻ്റെ ഭാഗമാണ്, നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വരിക എന്നുള്ളത്
എൻ്റെ സിനിമയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിലെ പ്രധാന നടൻ പോലും റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രൊമോഷന് വരാതിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു അഭിനയിക്കുന്ന ഒരാളുടെ അഭിനയത്തോട് കൂടിയിട്ട് പരിപാടി കഴിയില്ല. അയാൾ ഈ പ്രൊമോഷനും കൂടി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് നിങ്ങളിൽ നിന്ന് ഞാനൊരു പാഠം ഇനി ഈ നടന്മാർക്കും നടിമാർക്കും ഉണ്ടാകേണ്ടത്. നമ്മൾ ഇതിൻ്റെ അകത്താണല്ലോ ജീവിക്കുന്നത്. നമ്മളൊരു സിനിമയുടെ പ്രൊമോഷന് വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ അയ്യോ ഞാനൊക്കെ പ്രൊമോഷന് പോകേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നി എനിക്ക്. ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പേര് അറിയുന്ന നടനോ അങ്ങനെ ഒരാളൊന്നും അല്ലല്ലോ. പക്ഷേ നമുക്കിത് വരിക എന്നുള്ള സാറ് പറഞ്ഞ പോലെയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സും ആത്മാർത്ഥതയൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹവും അല്ലെങ്കിൽ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യം സിനിമ തന്നെയാണ്. അത് ഏറ്റവും സന്തോഷമായിട്ട് വന്നത്. അതിനൊരു ബുദ്ധിമുട്ടോ ഒന്നുമല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാകട്ടെ മറ്റുള്ളവർക്കും. മന്ദാകിനി സൂപ്പർ ഹിറ്റ് ആകട്ടെ. നിങ്ങൾ രണ്ടും ഇവിടെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടനും, ഇവിടെ ഡയറക്റ്റ് ഇവിടെ നടനുമായി വീണ്ടും അടുത്ത സിനിമകളും ഒന്നിക്കട്ടെ. അങ്ങനെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും മെയ് 24-ാം തീയതിയാണ് സിനിമ റിലീസ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമ. അത്ര രസകരമായ സിനിമയെന്നാണ് ഏറ്റവും സീനിയർ 2 ഡയറക്ടർമാരും അത് പറയുന്നുണ്ടെങ്കിൽ മറ്റ് ഡയറക്ടറിൻ്റെ ഉറപ്പാണ് ഇവർ തരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ AC കൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert.